ഹായ് എല്ലാവർക്കും അഞ്ജലി ഫാഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്യൂയിങ് മെഷീൻ്റെ അൺബോക്സിങ്ങും പിന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മെഷീൻ പുതുതായിട്ട് മേടിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട ത്രെഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പാക്കറ്റിനുള്ളിൽ മെഷീനോടൊപ്പം തന്നെ കാറ്റലോഗ് CD ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. മെഷീൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്സുകൾ അടങ്ങുന്ന ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ തരം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൂട്ടുകൾ, പിന്നെ അഡീഷണൽ ബോബിൻസ്, നീഡിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇപ്പോൾ ബേസിക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള നീഡിൽ, ഫൂട്ട് എല്ലാം ഓൾറെഡി ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓരോ പാർട്ടിൽ നോക്കി വരാവുന്നതാണ്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഫുഡ് കൺട്രോളർ. ഇത് കാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് നമ്മൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഒരു പ്ലഗ് പോയിൻറ്റും ഒരു സോക്കറ്റും വന്നിട്ടുണ്ട്. നമ്മൾ ഇത് പവറിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സോക്കറ്റ് നമ്മൾ മെഷീൻ്റെ സൈഡിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഒരു അഡീഷണൽ സ്വിച്ച് ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിലെ ലൈറ്റ് ഓൺ ആവും. ഇപ്പോൾ നമുക്ക് മെഷീൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പവർ ബട്ടൺ ഓഫ് ആക്കിയാലും മതിയാവും. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഓഫ് ആവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പാർട്ടാണ് ഇത് നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഒരു ചെറിയ ലോക്ക് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഒന്ന് പിന്നിലേക്ക് പോവുകയും മുന്നിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സ്റ്റിച്ച് ഒന്ന് സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കട്ടറുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂലിങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടർ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് ബോബിൻ വരുന്നത്. ആദ്യം നമുക്ക് ബോബിൻ പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് ഒരു ബോബിൻ ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു 3 ബോബിൻ അഡീഷണലായിട്ട് നമുക്ക് ആ പാർട്സ് വന്നിരിക്കുന്ന പാക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ അടപ്പിങ്ങനെ തുറന്നെടുക്കാവുന്നതാണ്. അതിനുശേഷം ബോബിൻ പുറത്തേക്ക് എടുക്കാം. നമുക്ക് ബോബിനിൽ നൂല് ചുറ്റുന്നതിന് വേണ്ടി ഈ സ്പിൻ പൂൾ ഒന്ന് ഉയർത്തുക. അവിടേക്ക് നൂലിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ നൂല് ഇവിടെ നമ്മുടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ബോബിൻ ചുറ്റാനുള്ള സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൂല് ഇങ്ങനെ വന്നതിന് ശേഷം ഇതിനടിയിലൂടെ ഇങ്ങനെ എടുക്കുക ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഈ റൗണ്ടിലൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ബോബിനിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. നമുക്ക് ഈ ഹോളിലൂടെ ഈ നൂലിനെ പുറത്തേക്ക് ഒന്ന് വലിക്കാം. ഈ നൂല് ഇതിനകത്തേക്ക് ഇടുക. ഇൻ കേസ് ഇതിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതിലേക്ക് ചുറ്റിയതിന് ശേഷം ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ റൈറ്റിലേക്ക് നിൽക്കുക. ഇവിടെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ശരിക്കും ഈ പെഡൽ നമ്മൾ കാലുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം നൂല് ആവശ്യമുണ്ടോ അത്രത്തോളം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തിരിച്ച് ബോബിൻ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം. ബോബിൻ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ ഇങ്ങനെ പിക്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്കാണ് ഞാൻ ഈ ഒരു ത്രെഡ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ബോബിനെ ഉള്ളിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും. അവിടേക്ക് ബോബിനിൽ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലേക്ക് നൂല് കൊണ്ടുവരിക. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നിലേക്ക് വലിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടുക. ഇത് എക്സസ് നൂലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാനാണ്. കട്ട് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. അതിങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് മെഷീനിൽ നൂല് കോർക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോബിനിലേക്ക് നൂല് കോർക്കാൻ വേണ്ടി ചെയ്ത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. 1 കഴിഞ്ഞിട്ട് നേരെ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. 2 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നൂല് നേരെ 2ൻ്റെ അടുത്തുകൂടി താഴേക്ക് കൊണ്ടുവരിക. നേരെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 ഇട്ടിട്ട് ഈ ഒരു ആരോ തിരിച്ചു പോകുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും ത്രെഡ് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഒരു മെറ്റൽ പോർഷൻ ഉണ്ടാകും. ആ ഒരു പോർഷൻ ഒന്ന് ഉയർത്തിയതിന് ശേഷമാണ് ഇത് നമുക്കിങ്ങനെ ഈ റൈറ്റിലുള്ള ബട്ടൺ വെച്ചിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മെറ്റൽ പോർഷൻ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് പുറത്തേക്ക് എടുക്കുക. 4 കഴിഞ്ഞ് നേരെ നമ്മൾ നീഡിലിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ മാനുവലിൽ ഉണ്ടാവും. അതിൽ നോക്കിയാലും മതി. ആ ഒരു
നീഡിന് മുകളിലുള്ള ഭാഗത്തൂടെ ഈ ത്രെഡ് ഉള്ളിലേക്കിടുക, ഇങ്ങനെ ഉള്ളിലേക്കിടുക. അതിനുശേഷം ഈ ഒരു നീഡിലൂടെ നമ്മൾ നൂല് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മെഷീനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ത്രെഡ് ഫീഡർ ഉണ്ട്, അപ്പോൾ അതിനാൽ നമുക്ക് അത് യൂസ് ചെയ്താൽ മതി. ഇതിനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് നീക്കുക. ഈ കാണുന്ന ആരോ ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ത്രെഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് താഴോട്ടാക്കിയതിന് ശേഷം ത്രെഡ് ഫീഡർ ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ അത് നേരെ ഈ സൂചിയിൽ മുട്ടും. ആ സൂചിയിൽ മുട്ടിക്കഴിഞ്ഞാൽ ഈ നീഡിലിൻ്റെ തൊട്ട് മുന്നിലും ഈ ഫീഡറിൻ്റെ ഈ കാണുന്ന ആരോയുടെയും ഇടയ്ക്കായിട്ട് ത്രെഡ് വെക്കുക. എന്നിട്ട് ഇത് പിന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് ഓൾറെഡി നീഡിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും. നമ്മളൊന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കണം എന്നുള്ളൂ. ഇപ്പോൾ തയ്ക്കാനുള്ള ത്രെഡ് ഫീഡിങ് കഴിഞ്ഞു. ഇതിനൊന്ന് പിന്നിലേക്ക് നീക്കിയിടുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാവുന്നതാണ്. ഇനി ഈ മിഷൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 വീലുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഈ ആദ്യത്തെ ഒരു വീലെന്ന് പറയുന്നത് സ്റ്റിച്ചിൻ്റെ ലെങ്തിനുള്ളതാണ്. അതായത് കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെഷീനിൽ ഒരു 27 സ്റ്റിച്ചസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 14 സ്റ്റിച്ചസ് നോർമൽ സെറ്റിങ്സിലുള്ളതാണ്. രണ്ടാമത് ഈ ബ്ലൂ കളറിൽ SS എന്ന് കാണിച്ചിരിക്കുന്നത് സ്പെഷ്യൽ സ്റ്റിച്ചസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീലിലെ സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ സ്റ്റിച്ചസ് മാത്രമാണ്. സ്പെഷ്യൽ സ്റ്റിച്ചസ് നമുക്ക് ഇനി വരുന്ന പാർട്ടുകളിൽ നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടൂല് വയ്ക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബട്ടൺ ഹോളിനുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ എപ്പോഴും നോർമൽ സ്റ്റിച്ചിന് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ വീൽ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ 1 ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ ഒരു ആരോ മാർക്കുണ്ട്. ആ ആരോയിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 നിർത്തിയിരിക്കുന്നത്. 1 ആക്കുകയാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഭയങ്കര കുറഞ്ഞിരിക്കും. 3 ആക്കുകയാണെങ്കിൽ കുറച്ച് കൂടിയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് സ്റ്റിച്ചിൻ്റെ വിഡ്ത്താണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു 3ാമത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ആ സിക്സാക്കിൽ കാണുന്ന ഒരു വിഡ്ത്തില്ലേ, ആ വിഡ്ത്തിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടനാണ് ഇത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇത് ടെൻഷൻ വീലാണ്. ഇത് അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, ചില സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലിങ്ങനെ ഭയങ്കര ലൂസായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ട്രയൽ അല്ലാണ്ട് നോർമൽ സ്റ്റിച്ചസ് ചെയ്യുന്ന സമയത്ത് ഒരു വേസ്റ്റ് ഫാബ്രിക്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സപ്പോസ് ഇങ്ങനെ ത്രെഡ് ലൂസ് ഉണ്ടെങ്കിൽ നമ്മളിതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ സമയത്തും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ച് നമ്പർ 2 ആണ്. അതിന് തൊട്ട് താഴെയായി തന്നെ ഏത് സ്റ്റിച്ചാണോ ചെയ്യാൻ പോകുന്നത് അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീലുണ്ട്. ഈ വീലിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരോ മാർക്കുണ്ട്. ആ ആരോയുടെ നേരെ കൊണ്ടുവെക്കുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ ചൂസ് ആവുന്നത്. ഇതിപ്പോൾ ഞാൻ 2 വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 എന്ന് പറയുന്നത് നോർമൽ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെറ്റിങ്സ് എല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ 2 തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ വെള്ള ലിവർ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗം മുകളിലേക്കാവും. അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് വെച്ച് കൊടുക്കുന്നത്. ഫാബ്രിക് വെച്ചതിന് ശേഷം അത് താഴ്ത്തി കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ ലിവർ ഉയർത്തുന്നുണ്ട്. അതിന് ശേഷം ഉള്ളിൽ ഞാനൊരു ഫാബ്രിക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് വെച്ചതിന് ശേഷം ഈ ലിവർ താഴ്ത്തി കൊടുക്കുക. ഓക്കെ, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫുഡ് കൺട്രോളർ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഞാനിതൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് പിന്നിലേക്ക് പോകും, റിലീസ് ചെയ്താൽ മുന്നിലേക്ക് വരും. ഓക്കെ, അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ എത്തുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഈ ബട്ടൺ പിന്നെയും പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവേഴ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ഞാൻ കൈ എടുക്കുന്നത് പിന്നിൽ മുന്നോട്ട് വരും. ഇപ്പോൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കൈ എടുത്തു കഴിഞ്ഞാൽ അത് മുന്നിലേക്ക് തന്നെ വരും. അപ്പോൾ അവിടെ 2-3 പ്രാവശ്യം ബാക്ക്വേർഡും ഫോർവേഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ലോക്ക് ഉണ്ടായി കഴിഞ്ഞു.
ഇവിടെ ഇപ്പം ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നില്ലേ, ഒരു 2-3 ലൈൻസ് 2 പ്രാവശ്യം അടിച്ചതുപോലെ ആ തിക്കായി കാണുന്ന ഭാഗത്താണ് നമ്മൾ ലോക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോർമൽ സെറ്റിങ്സിലിട്ടാണ് 2 ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത്. സപ്പോസ് ഞാൻ ഇതിനെ 3ലേക്ക് മാറ്റുകയാണ്, അതായത് നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്, അതായത് മെഷീൻ്റെ മുകളിൽ ലാസ്റ്റ് കാണുന്ന ബട്ടണ് ഞാൻ 3 ആക്കുകയാണെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ 4 ആക്കുകയാണ്. ഇപ്പോൾ 4 ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന്. ഓക്കെ, സ്റ്റിച്ച് ചെയ്യാണ്. അത് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റിച്ചാണ്. ഇവിടെ അവസാനിക്കുമ്പോഴും ഞാൻ ഒന്നുകൂടെ ലോക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, കുറച്ചുകൂടി സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ഒരു സ്റ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരിക്കും ഇതിൻ്റെ സ്റ്റിച്ചസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ബട്ടൺ ഉപയോഗിക്കുന്നത്, സ്റ്റിച്ച് ലെങ്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ലെങ്ത് 2ലേക്ക് തന്നെ ഇടാം. നമ്മുടെ സെലക്ഷൻ വീലിൽ നമ്മൾ സിഗ്സാഗ് 3 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെ സെറ്റിങ്സിൽ നമ്മൾ 2 ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെക്കൻഡ് വീല് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സിഗ്സാഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് വീൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നിൽക്കുന്നത് 1ലാണ്. നമ്മളൊന്ന് മിഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, മിഡിലൊരു 3 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വലുതായിരിക്കും വരിക. അല്ലെങ്കിൽ നമുക്ക് ആദ്യം 5 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വലിയ സിഗ്സാഗ് ആയിരിക്കും വരിക. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സിഗ്സാഗാണ് നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ വീലിൽ 5 ആണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയ്ക്കും വൃത്തിയായിട്ടുള്ള ഒരു സിഗ്സാഗ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇനി ആ സെറ്റിങ്സ് ഒന്ന് 3ലേക്കാക്കി നോക്കാം. ഓക്കെ, എന്താ നോക്കാം. ഇവിടെ സെറ്റിങ്സ് അതുപോലെ തന്നെയാണ്, ഇവിടുത്തെ സെലക്ഷൻ 3 തന്നെയാണ്, അതേ സ്റ്റിച്ച് തന്നെ. നമ്മൾ ആ വിഡ്ത്ത് ഒന്ന് കുറച്ചിട്ട് അടിച്ച് നോക്കുകയാണ്. ഇതാണ് ആ ഒരു ഡിഫറൻസ്. ഇത് വളരെ ചെറിയ ഒരു സിഗ്സാഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ പാറ്റേൺസ് നമുക്ക് ചൂസ് ചെയ്ത് അടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പം ഓരോന്നായിട്ട് ഒരു വേസ്റ്റ് ഫാബ്രിക് എന്തെങ്കിലും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഞാനിപ്പോൾ അടുത്തതായിട്ട് 13 നമ്പറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതും സിഗ്സാഗ് പോലെ തന്നെയാണ്. നമ്മൾ വിഡ്ത്ത് കൂടുതൽ അനുസരിച്ച് വെക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സെക്കൻഡ് വീലിലെ വിഡ്ത്ത് കൂടുതൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 13 നമ്പർ എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നായി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ടാവും. എത്ര വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ലെവലിൽ കിട്ടുമെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഈ കാണിക്കുന്നത് 14th പാറ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വിഡ്ത്ത് ഞാൻ 5 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം വിഡ്ത്ത് അത്രയാണ് വരിക. അത് ഇതിലും നാരോ ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് വേണ്ടെങ്കിൽ, ഈ കാണുന്നത് പോലെ കുറച്ചുകൂടി നാരോ വേണമെങ്കിൽ നമുക്കതിന് 3 അല്ലെങ്കിൽ 1 ആക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ സ്റ്റിച്ചസ്, അതുപോലെ തന്നെ നമുക്ക് ഈ കിറ്റിനകത്ത് കുറേ അധികം ഫൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ ടൈപ്പ് സ്റ്റിച്ചസിന് ആവശ്യമുള്ളതാണ്. നമുക്ക് ഈവൻ ബട്ടൺ ഹോൾ തുന്നുന്നതിന് വരെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ബിഗിനേഴ്സിന് ഉപയോഗപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.